സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവജനത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ദൈവമക്കളോടൊപ്പം ഈ ദൈവജന പഠന പരമ്പരയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് അവസരം തന്നതിനായി സകല മാനവും മഹത്വവും പുകഴ്ചയും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു നിർത്തിയിടത്തു നിന്നും തുടങ്ങുകയും ഒപ്പം 20ഉം 21 അധ്യായത്തിലേക്ക് ഞാൻ പ്രവേശിക്കാതെ 22 അധ്യായത്തിലേക്ക് വരികയും ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 19 അധ്യായത്തിന്റെ അവസാനത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്, ഞാൻ ഓർപ്പിച്ചു, നമ്മള് വിശ്വാസത്തിന്റെ യാത്രയാണ് നമ്മുടെ പഠന വിഷയം. ഉൽപ്പത്തി പുസ്തകമല്ലല്ലോ. എന്നാൽ ആ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാന ചരിത്ര പുരുഷന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇവരുടെ ജീവിതത്തിലൂടെ വിശ്വാസത്തിന്റെ യാത്രയുടെ ആത്മീക പാഠങ്ങളും പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ നാം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതിനുള്ള ഒരു പഠനമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയട്ടെ. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചു, സോദോമിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി സകലം നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ അന്നേരം ഓടിപ്പോകാൻ ലോത്തിന് മനസ്സില്ലാതെ, ഞാൻ ആ ആംഗലേയ പദം പറഞ്ഞു, റൈസ്, എഴുന്നേൽക്കണം. കാരണം അത്രമേൽ ഒരു മന്ദീഭവിച്ച അവസ്ഥയിലാണ്. തലയ്ക്ക് മീതെ തീ വന്ന് നിൽക്കുമ്പോഴും ഒന്നിലും ഒരു ഗൗരവമില്ലാത്തൊരു തലമുറ. നമ്മുടെ സമകാലീന അനുഭവം അത് തന്നെയാണ്. ഒരു കാര്യത്തിൽ നമ്മൾ സീരിയസ് അല്ല എന്നുള്ളത്. മുൻപ് ഏതെല്ലാം വിഷയത്തിൽ നമ്മൾ സീരിയസ് ആയിരുന്നു, അതിലൊന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ സീരിയസ് ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. ഞാനൊരു കാര്യം പറഞ്ഞ ആ ഭാഗം വിടാം. നാം കർത്താവിന്റെ കാര്യത്തിൽ സീരിയസ് ആകുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ കർത്താവ് സീരിയസ് ആകത്തില്ല. അത്രയേ ഉള്ളൂ. അതിനിപ്പോ ആരും ഒന്ന് വെളിപ്പാട് പറയുന്നും വേണ്ട. ബന്ധിച്ചു വെച്ചിരിക്കുകയാണെന്നും കെട്ടി വെച്ചിരിക്കുകയാണെന്നും പൂട്ടി വെച്ചിരിക്കുകയാണെന്ന് ആരും പറയണ്ട. അതുകൊണ്ടല്ലേ ഫിലിപ്പിയർക്ക് പറഞ്ഞത്, ആരും കർത്താവിന്റെ കാര്യം നോക്കുന്നില്ല, എല്ലാം സ്വന്തം കാര്യം നോക്കുന്നുള്ളൂ. പ്രാണൻ തന്നവൻ മേളിൽ നോക്കുക, ഇതെല്ലാം. മനസ്സിലാകുന്നോ? ഓക്കെ, ഞാൻ മടങ്ങി വരുന്നു. 19 അധ്യായത്തിൽ നമ്മൾ കാണുന്ന അവസാന ഭാഗം പറഞ്ഞ് എന്നെ മുമ്പിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ കണ്ട കാഴ്ച, ദൂതൻ അവരെ വലിച്ചിറക്കിക്കൊണ്ട് പോവുക. ദൂതൻ വലിച്ചിറക്കിക്കൊണ്ട് പോവുക. അവർ ബന്ധപ്പെട്ടു കൊണ്ടുപോയി. അവർക്ക് പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവസാനം അവർ പർവ്വതത്തിന് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം കൂടെ പറയാൻ പോയാൽ നമ്മുടെ വിഷയം ഇങ്ങനെ ലാഗ് ചെയ്ത് നിൽക്കും എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം തൊട്ടുപോകാതെ. നിങ്ങൾ ദയവായി 19 അധ്യായം ശ്രദ്ധയോടെ അത് വായിക്കണം. ഒരു കാര്യം പറയാനായിട്ട്, അതിന്റെ അവസാനം ന്യായവിധി അവർ രക്ഷപ്പെട്ടു. നമ്മൾ ആ രംഗം കാണുന്നു. പിന്നീടുണ്ടായ കാര്യം നമുക്ക് പൊതുവിൽ പറയുന്നതിന് അത്ര സന്തോഷമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഒരു ക്ലാസ് ആയതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കൊന്ന് പറയാതിരിക്കാൻ ഒക്കെയല്ല. ലോത്തിന്റെ മക്കൾ പറഞ്ഞു, ഇനി നമ്മളിങ്ങനെ നോക്കുന്നൊരു കാര്യമൊന്നുമില്ലല്ലോ, എന്ത് ചെയ്യണം? പിതാവിനോടൊപ്പം ശയിച്ച തലമുറകൾ ഉണ്ടാകണം. നമുക്കറിയാം, ഒരുപാട് ഡിബേറ്റ്സിലൊക്കെ ആളുകൾ ക്രിസ്ത്യാനിറ്റിയെ കൊന്നുകൊല വിളിക്കാൻ വേണ്ടിയൊക്കെ എടുക്കുന്ന ഭാഗമാണ് ഇതൊക്കെ. മക്കൾ അപ്പന്റെ കൂടെ ജയിക്കുന്നതൊക്കെയാണ് ബൈബിളിലെ കാര്യമെന്നാണ്. ഈ വേദപുസ്തകം സത്യമായതുകൊണ്ട് ഒന്നും വളച്ചൊടിക്കാതെ തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ഉള്ളതുപോലെ എഴുതുകൊണ്ടാണ് സത്യവേദപുസ്തകത്തിൽ പറയാൻ കാര്യം. അതിവിടെ രേഖപ്പെടുത്തേണ്ട ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ പെൺപിള്ളേർ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അവിടാണ് അതിന്റെ അപകടം ഇരിക്കുന്നത്. അവരെന്താണ് സോദോമിൽ കണ്ടു വളർന്നത്, അതിൽ അവർ സ്വാധീനിക്കപ്പെട്ടു പോയി. എന്റെ കൂടെ നിങ്ങൾ വരണം. നമ്മൾ അവിടുത്തെ മ്ലേച്ഛതയും ലോത്ത് ചെയ്ത കാര്യവും അത് ഇതുമെല്ലാം പറഞ്ഞ് നമ്മൾ അവരെ കൊല്ലാനായിട്ട് തുടങ്ങുക. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതിനെതിര് പറയാനൊന്നും പോകുന്നില്ല. പക്ഷെ അതിന്റെ ആത്മിക അർത്ഥങ്ങളും വശങ്ങളും എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തി? സർവജ്ഞാനിയായ പരിശുദ്ധാത്മാവ് ഇത്രയും മ്ലേച്ഛമായ കാര്യത്തെ എഴുതാനായിട്ട് മനസ്സ് വെക്കുവോ? അത് വെച്ചെങ്കിൽ നമുക്കൊരു വാണിംഗ് നൽകുക. ഈ പെൺപിള്ളേര് സോദോമിൽ എന്താണോ കണ്ടു വളർന്നത്, അപ്പനെന്നോ അമ്മയെന്നോ സഹോദരങ്ങളെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അവിടെ നടമാടിയ മ്ലേച്ഛത ഈ പെൺപിള്ളേരെ സ്വാധീനിച്ചില്ലയോ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ മതി.
വേണ്ടോ? അത് നമുക്കൊരു വാണിംഗ്. പിള്ളേര് കണ്ടാ മതി, കാണാത്ത കാണണ്ട. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കും പോലും മൊബൈലോ ടി വി പാർക്കും വേണ്ട, അങ്ങനത്തെ ഗുണമുണ്ട്. കേബിളുകാരെല്ലാം കുഴഞ്ഞ്. മുമ്പ് അതായിരുന്നു ഏറ്റവും വലുത്. ഇപ്പൊ ആഹാരം കൊടുക്കണുണ്ടെങ്കിലും മൊബൈൽ കൈ കൊടുത്തേച്ചാൽ മതി, അല്ലേ? അതിന്റെ സ്വാധീനം നല്ലതോ ചീത്തയോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അപകടം ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് ഞാൻ വിടുക. നിങ്ങള് പ്രായവും പക്വതയും അതിനകത്ത് ബാച്ചിലേഴ്സ് ആയിട്ട് ആരും തന്നെ ഇല്ല, 1-2 പേരോളം എന്റെ ചിന്ത. നിങ്ങൾ കുടുംബസ്ഥരും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞൊരു ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടും. സോദോമിൽ ആ കുഞ്ഞുങ്ങൾ കണ്ടു വളർന്നത് അവരുടെ മേൽ സ്വാധീനം ചെലുത്തിയതിന്റെ തെളിവാണ് അവിടെ കണ്ടത്. സ്തോത്രം. അവിടെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയതിന്റെ കുറ്റവും, വീഞ്ഞുണ്ടാക്കിയതിന്റെ കുറ്റവും, അത് മദ്യം ഉണ്ടാക്കിയതിന്റെ കുറ്റവും, അന്നേ അത് മുന്തിരിച്ചാറുണ്ടാക്കി. ഈ വേദത്തിൽ പറഞ്ഞ വീഞ്ഞേതാ? പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞപ്പോൾ കുടിക്കാമെന്ന് പറഞ്ഞ ആ വീഞ്ഞേതാണ്? സാധാരണ വീട്ടിൽ ചെല്ലുമ്പോൾ തരുന്ന വീഞ്ഞേതാണ്? ഇതൊന്നും നമുക്കറിയാം. നമുക്ക് ആകെപ്പാടെ വീഞ്ഞെന്ന് മാത്രമല്ല, അതും എടുത്തുകൊണ്ടാണ് ഈ ആളുകൾ ചാടുന്നത്. അതൊക്കെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് തരംതിരിച്ച് തരുന്നുണ്ടെന്ന്. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നു, നമ്മുടെ വിഷയം വീഞ്ഞല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. മനസ്സിലാക്കേണ്ട രഹസ്യം, സോദോമിൽ തലമുറകൾ കണ്ടു വളർന്നതിൽ സ്വാധീനിക്കപ്പെട്ടത് സ്വന്തം പിതാവിനോട് പോലും ചെയ്യാൻ അവർ തയ്യാറായി എന്ന് വരുമ്പോൾ, ആ ചുറ്റുപാടുമുണ്ടായിരുന്ന അവിടുത്തെ സ്ഥിതിഗതികളും സാഹചര്യങ്ങളും എത്രത്തോളം ഇവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. എന്നതുപോലെ നാമും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുമ്പോൾ നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, സാമൂഹ്യ വ്യവസ്ഥിതികളൊക്കെ നമ്മുടെ തലമുറകളുടെ മേൽ വരുത്താൻ സാധ്യതയുള്ള സ്വാധീനത്തെക്കുറിച്ച് മാതാപിതാക്കൾ നല്ല ബോധ്യമുള്ളവരായിരിക്കണം. സന്ധ്യയ്ക്ക് പിള്ളേർ എവിടെയെങ്കിലും പോയിട്ട് വരാൻ വൈകിയാൽ എവിടെ ആയിരുന്നു ചോദിക്കണം. മനസ്സിലായോ? അത് അവൻ കൂട്ടുകാരൻ്റെ ഒരിക്കൽ പോയതല്ലേ, അത് അവർക്ക് എന്റെ സംശയം ഉണ്ടാ ചോദിക്കാൻ പോയതാ എന്ന് പറഞ്ഞ് ഒഴുക്കം മട്ടി വിടരുത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എവിടെ ഇപ്പൊ പോകേണ്ട കാര്യം, സന്ധ്യക്ക് കൃത്യമായിട്ട് ഒരു ടൈം ഉണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ താമസിക്കുന്ന വീട്ടിൽ 8 മണിക്ക് ആരും വിസിറ്റിങ്ങിന് വരികയല്ല. ആരും 8 മണിക്ക് വിസിറ്റിങ്ങിന് വരികയല്ല. പരമാവധി നേരത്തെ ഉള്ളു, അങ്ങേയറ്റം പോലെ 8 മണിക്ക്. 8 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റിംഗ് വന്നുള്ള ഏക വ്യക്തി ഇപ്പൊ നമ്മൾ ക്ലാസ് ഇരിക്കുന്ന സൂസിയാന്റെ ഒക്കെ മാത്രമേ ഉള്ളൂ. അവർക്കറിയാം പ്രാർത്ഥന ടൈം, അത് പ്രാർത്ഥിക്കാനും വരുന്നു. അല്ല വേറെ ആരും ആ സമയത്ത് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിന്റെ കാര്യം എന്തറിയാമോ? ചുറ്റുപാടുള്ളവർക്കും നമ്മെ അറിയാവുന്നവർക്കും ബോധ്യമാകണം, ഇപ്പോഴാ വീട്ടിൽ ചെന്നാൽ പ്രാർത്ഥന ടൈമാണ്. അത് കഴിഞ്ഞ് അവർക്ക് എന്തു ഉള്ളൂ എന്ന് നമ്മെക്കുറിച്ചും നമ്മെ അറിയാവുന്നവർക്കും സഹവിശ്വാസികൾക്കും നമ്മെ അറിയുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു ബോധ്യത ഉണ്ടാകണം. ഇപ്പൊ അങ്ങോട്ട് ചെന്നാ പ്രാർത്ഥനാ സമയമാണ് എന്നൊരു ധാരണ ഉണ്ടാകണം. കുഞ്ഞുങ്ങൾക്കും ആ ടൈമിൽ കുഞ്ഞുങ്ങൾ വീട്ടിൽ കാണണമെന്നേ. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പോക്കോ. പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ കുടുംബത്തിൽ കണ്ടാക്കണമെന്ന് പറഞ്ഞേ വിടാവൂ. ഇതിപ്പോ വേറെ കാര്യം, മാതാപിതാക്കൾ പേടിച്ച പിള്ളേരോടും ചോദിക്കുന്നത്. എവിടെ പോകാൻ ചോദിക്കാൻ പറ്റിയ തിരിഞ്ഞൊരു നോട്ടമുണ്ട്, ആ നോട്ടത്തിൽ ദഹിച്ചു പോകും. അമ്മാതൊരു നോട്ടം നോക്കിച്ചങ്ങ് പോകും. സ്തോത്രം. അതൊന്നും വേണ്ട. മക്കളും മക്കളായിട്ടും മാതാപിതാക്കൾ മാതാപിതാക്കളായിട്ടും കർത്താവിന് കീഴടങ്ങിയിരിക്കാവുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ മക്കളൊന്നും അല്ല നമുക്കുള്ളതാണോ? ഇഹലോകത്തിൽ മറിയയ്ക്കും യോസഫിനും കീഴ്പ്പെട്ട് വളരുന്ന ഒരു മകനായിട്ടാണ് യേശു ക്രിസ്തുവിനെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഏത് മോഡേണിസം വന്നാലും, ഏത് തിയോളജിയുടെ ഡൈവേർഷൻ ഉണ്ടായാലും ശരി, നമുക്ക് മാതൃക കർത്താവാണ്. നിങ്ങൾക്ക് ബോധ്യമായി കാണും. ഞാൻ തിയോളജിയുടെ പുറകെ പോകുന്ന ആളല്ല, എനിക്ക് ഇഷ്ടമല്ല. ഒരു കാലത്തേക്ക് തിയോളജിക്ക് ഭയങ്കര ഭ്രാന്തായിരുന്നു. അതെല്ലാം ഇന്റർനാഷണൽ വിട്ടിത്വം മണ്ടത്വം എന്ന് അറിഞ്ഞുകൊണ്ടുകൂടെ അന്നേരം ഞാനത് ക്ലോസ് ചെയ്ത് ഞാൻ തിയോളജിയുടെ പുറകെ പോകാതെ തിയോസിന്റെ പുറകെയാണ് ഇപ്പൊ എന്റെ പോക്ക്. മനസ്സിലായോ? ദൈവശാസ്ത്രത്തിന്റെ പുറകെ പോകാതെ ദൈവത്തിന്റെ പുറകെ പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അത് വെച്ചോണ്ട് ഞാൻ വേദപുസ്തകത്തിൽ വെച്ചോണ്ടാ പറയുന്നത്. ക്ലിയർ ആക്കണം ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സന്ധ്യപ്രാർത്ഥനയ്ക്ക് കൃത്യമായിട്ട് വീട്ടിൽ കാണണം. അതവരെ പഠിപ്പിക്കണം. എന്നെ അർജൻസി ഉണ്ടായാലും കുഞ്ഞുങ്ങളൊക്കെ
മറ്റു സ്ഥലങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് ഒരുപക്ഷെ സമയത്ത് വന്നെത്താൻ എല്ലാ ദിവസവും വരാത്തവരും മാസത്തിലൊന്ന് വരുന്നവരൊക്കെ സന്ധ്യയ്ക്ക് വീട്ടിൽ കാണുമൊക്കെ ഞാൻ നിർബന്ധം പിടിച്ച് നടക്കുന്ന കാര്യം. അത്രമേൽ ആ ഒരു സെൻസിലല്ല ഞാൻ പറഞ്ഞത്. വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ സന്ധ്യയ്ക്ക് വീട്ടിൽ കാണണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരേ സമയം പാർട്ടിയുടെ പരിപാടിക്കും കൺവെൻഷന് പാടാൻ സ്റ്റേജിൽ പാട്ട് കുഞ്ഞുങ്ങളെ നിൽക്കരുത്. കൺവെൻഷൻ പാടാൻ അവിടെ ഉണ്ട്, ഇപ്പുറത്ത് പ്ലക്കാർഡ് പിടിക്കാൻ അവിടെ ഉണ്ട്. വേണ്ട. സ്തോത്രം. അവർ വളർന്ന ചുറ്റുപാടിലുള്ള സാഹചര്യങ്ങൾ തലമുറകളെ സ്വാധീനിക്കുന്നത് ചെറിയ നിലയിലല്ല, വലിയ നിലയിൽ തന്നെയാണ്. ക്ലിയർ ആകുന്നു ഞാൻ പറഞ്ഞേ? അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ കർത്താവ് ഒടുവിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്നെ കുറിച്ച് കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയും. അച്ഛൻ രണ്ടു തരത്തിലുണ്ടെങ്കിലും ഞാൻ അതിനൊരു ഭാഗം പറയാം. യെരുശലേമിനെ നോക്കി പറഞ്ഞ ഭാഗത്തേക്കൊന്നും നിങ്ങൾ പോകണ്ട, ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ വശം മാത്രം പറയുന്നു. കർത്താവ് പറഞ്ഞു, എന്നെ കുറിച്ച് നിങ്ങൾ അറിയേ വേണ്ട, നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ കുറിച്ചും കരഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ വിദേശത്തിന് പോകുന്നതിനോ അവർ ഡോക്ടർ ആകുന്നതിനോ എഞ്ചിനീയർ ആകുന്നതിനോ ഒക്കെ പ്രാർത്ഥിക്കണം, വേണ്ടെന്നല്ല പറഞ്ഞത്. അതിനേക്കാൾ ഉപരി തലമുറകൾ ആത്മീയരായിരിക്കണമേ, അവർ ദൈവഭയമുള്ളവരായിരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. ഞാൻ സാധാരണ വിവാഹ ശുശ്രൂഷയൊക്കെ നടത്തുമ്പോൾ പറഞ്ഞ കാര്യം നിങ്ങളോടും പറയാം. ധാരാളം ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ സംഭാഷണമൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അമേരിക്കയിലുള്ള മാതാപിതാക്കൾ പ്രായമായ മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? അവർക്ക് വിവാഹപ്രായമായെങ്കിൽ മാതാപിതാക്കൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കർത്താവേ, എന്റെ കുഞ്ഞൊരു കല്യാണം വേണം, എന്റെ മോന് ഒരു കല്യാണം വേണം. മുമ്പത്തെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു, നല്ലൊരു പങ്കാളിയെ അവന് കൊടുക്കണമേ, അവക്ക് കൊടുക്കണമേ. അതായിരുന്നു മുമ്പത്തെ പ്രാർത്ഥന. ഇപ്പോഴത്തെ പ്രാർത്ഥന മാറി. കർത്താവേ, എന്റെ മോക്കൊരു കല്യാണം വേണം, അല്ലെ എന്റെ മോനൊരു കല്യാണം വേണം, എന്റെ മോൻ കല്യാണം കഴിക്കുന്നതിൽ ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമേ. ഇന്നാ ഇപ്പോഴത്തെ പ്രാർത്ഥന അതാ. മുമ്പ് ഒരു നല്ല പെങ്കൊച്ച് വേണമെന്ന് പ്രാർത്ഥിച്ച മാതാപിതാക്കൾ ഏത് പെങ്കൊച്ചായാലും കുഴപ്പമില്ല, ഒരു പെണ്ണിനെ കേട്ടണമെന്നുള്ള പ്രാർത്ഥനയായി. സംഗതി പോയ പോക്ക് കണ്ടോ? പെമ്പിള്ളേരുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന, എന്റെ മോക്കൊരു കല്യാണം വേണം, അവനൊരു ചെറുക്കനെ തന്നെ കെട്ടണേ, ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരരുതേ. കണ്ടോ സംഗതി പോയ പോക്ക്? കണ്ടോ? സോദോമി പാപം വന്നോ ഇല്ലയോ നിങ്ങൾ പറ. സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കും, ഇത്രമേൽ കൃത്യമായി ദൈവവചനം നിവർത്തിയാകുന്ന ഒരു കാലഘട്ടം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമേൽ കണ്ണിന് മുമ്പിൽ എല്ലാ കാലവും കൃത്യമായി നിറവേറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടും സാഹചര്യത്തിലും ഉള്ളതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടും വളരുന്നത് എന്നാണോ അത് തന്നെ വേണം അവരായിത്തീരാൻ. ക്ലിയർ ആകുന്നോ? എന്തിലേക്കാണോ അവർ കണ്ടും കേട്ടും വളരുന്നത് അവരെ സ്വാധീനിക്കും. എൻ്റെ ഒരു പെങ്ങളുടെ മോൻ, അവര് TPM-ലാണ്, തിരുവല്ല മഞ്ഞാടി ഫെയ്ത്ത് ഹോമിലെ വിശ്വാസികളാണ്. അപ്പം എൻ്റെ മൂത്തപ്പേണ്ട ഇളയ മോന് സഹായത്തിന് പോയിരുന്നു. അന്ന് തിരുവത്താഴം ഉണ്ടായിരുന്നു. എല്ലാവർക്കും തിരുവത്താഴം കൊടുത്തു പോയപ്പോ ഇവനിങ്ങനെ നോക്കിയിരുന്നു, ഇവന് മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും പോയി. അവൻ അന്നേരം ഒരു കരച്ചിൽ തുടങ്ങി, ഭയങ്കര കരച്ചിലും ബഹളവും. എന്ത് ചെയ്താ സമ്മതിക്കുന്നില്ല, ഭയങ്കര കരച്ചില്. അവൻ എന്തെന്നറിയാമോ? വീട്ടിൽ വന്നിട്ട് സ്റ്റൂൾ എടുത്ത് വെച്ചേച്ച്, സ്റ്റൂളിട്ടൊരു തുണി എടുത്തിട്ട് വീട്ടിൽ ബണ്ണിരിപ്പുണ്ടായിരുന്നു, ബണ്ണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചാൽ എല്ലാവരും ഊടിന്റെ സമയത്ത് നോക്കുമ്പോൾ ദേവേശ എന്നുള്ള പാട്ട് കേൾക്കാം. അപ്പുറത്തെ നോക്കിയപ്പോ കക്ഷി തന്നെ കട്ടുമേശ നടത്തിയിട്ട് ഏതാണ്ടല്ല പറഞ്ഞ് പുള്ളി തന്നെ ആ ബണ്ണും തിന്ന് വെള്ളവും കുടിച്ചു. അദ്ദേഹത്തിന് കട്ടുമേശ കൊടുക്കാൻ ഞാൻ എന്റെ വാശി തീർത്തതാ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, തമാശനാണ് കാണിച്ചതെങ്കിലും ദൈവത്തിന്റെ വിളി അവന്റെ മേലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ TPM-ല് തന്നെ വിവാഹം പോലും കഴിക്കാതെ TPM-ല് ഒരു പാസ്റ്റർ, ഇപ്പോൾ ഷൊർണൂർ TPM ചർച്ചിലും കഴിഞ്ഞ ദിവസം കറക്റ്റ് ചർച്ച് എനിക്ക് വടക്കാഞ്ചേരി ചർച്ചിലെ പാസ്റ്റർ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ?
എന്റെ പെങ്ങളുടെ മോൻ GPM പാസ്റ്റർ എന്ന് പറയാനായിട്ടല്ല. എന്ത് കണ്ടാണോ കുഞ്ഞുങ്ങൾ വളരുന്നത് അതിന്റെ സ്വാധീനം അവരിൽ ഉണ്ടാകും എന്ന് പറയാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പനും അമ്മയും സന്ധിക്കും, പാട്ടുപാടിയും വേദോത്സവം വായിക്കുകയും പ്രാർത്ഥിക്കുന്നതും കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നെങ്കിൽ അവരോട് വേദോത്സവം വായിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകിച്ച് പറയണ്ട. പല വീട്ടിലും ഇത് ഇല്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രഭാതത്തിൽ പാടുന്ന പാട്ട് പാടുമ്പോൾ പിള്ളേരെല്ലാം മേലോട്ട് നോക്കിയിരിക്കുന്നത്. കാരണം അവരിത് കേൾക്കുന്നില്ല. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ, നാലാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നേ. നാലാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നേ. പണ്ട് പാടുവായിരുന്നല്ലേ? സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. രാമുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കായി ആനന്ദഗീതങ്ങളാല് തൃപ്പാദങ്ങൾ നമിക്കുന്നേ. പിള്ളേരെന്താ പാടാത്തത്? അവർക്കറിയത്തില്ല. എന്തുകൊണ്ട് അറിയത്തില്ല? നമ്മൾ പാടിയില്ല. ഇനി പിള്ളേരെ തല്ലേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ വെളുപ്പിന് ഇത് പാടിനെങ്കിൽ പിള്ളേരെ കേട്ട് പഠിച്ചേനെ. സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിടുന്നു. ഞാൻ ഈ പറഞ്ഞത് ഗൗരവം നിങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ആ ചുറ്റുപാടും ഉണ്ടായിരുന്ന കാഴ്ചകൾ കണ്ടു വളർന്ന ആ പെൺകുട്ടികൾ സ്വന്തം പിതാവിനോട് പോലും ആ പ്രവൃത്തി ചെയ്യുന്നതിന് മടി കാണിച്ചില്ല. അത്രത്തോളം സ്വാധീനം അവർ ചെലുത്തിയെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളത് നമ്മുടെ തലമുറകൾ കണ്ടു വളർന്നത് എന്താണെന്ന് നാം ഉറപ്പുവരുത്തിയേ മതിയാകും. ഞാൻ മടങ്ങി വരും. 20ഉം 21ഉം അധ്യായം ഞാൻ വിടുന്നു. പക്ഷെ 21ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ ഒരു വാക്യൊന്ന് വായിച്ചിട്ട് ഞാൻ 22ാം അധ്യായത്തിലേക്ക് കയറാമേ. 20ാം അധ്യായത്തിലെ സംഭവം നമുക്കറിയാം. ഹാഗാറിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ അങ്ങോട്ട് ഇപ്പം നീങ്ങുന്നില്ല. 21ാം അധ്യായത്തിൽ അബീമേലെക്കുമായി അബ്രഹാം ഒരു ഉടമ്പടിയിലേക്ക്, കരാറിലേക്ക് വരുന്ന ഒരു ഭാഗം കാണാം. ഞാനതൊന്നും വ്യാഖ്യാനിക്കാനൊന്നും പോകുന്നില്ല. 31ാമത്തെ വാക്യമാണ് 21ാം അധ്യായത്തിന്റെ 31ാമത്തെ വാക്യം. അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്യുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർശെബ എന്ന് പേരിട്ടു. ഇങ്ങനെ അവർ ബേർശെബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു. അബീമേലെക്കും അവന്റെ സേനാധിപതിയായ പീക്കോലും എഴുന്നേറ്റ് ഫെലിസ്ത്യർ ദേശത്തേക്ക് മടങ്ങിപ്പോയി. അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ. അബ്രഹാം ബേർശെബയിൽ ഒരു പിജുല വൃക്ഷം നട്ടു. അടുത്തതാണ് എനിക്ക് പ്രധാനപ്പെട്ട വാക്യം. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാം കുറെ കാലം ഫെലിസ്ത്യർ ദേശത്ത് പാർത്തു. ഞാൻ 12ാം അധ്യായത്തിൽ ഓരോരോ സംഭവത്തോടെ കയറി ഇറങ്ങി വരിക അല്ലേ? 12ാം അധ്യായത്തിൽ ഹാരാനിന്ന് വിളിച്ചിറക്കുന്നു. 13ാം അധ്യായത്തിലെ രംഗങ്ങൾ അബ്രഹാമും ദൈവം തമ്മിലുള്ള എൻകൗണ്ടർ. 15ാം അധ്യായത്തിലെ അവർ തമ്മിലുള്ള ഉടമ്പടി, യാഗം കഴിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടതാ. അങ്ങനെ ഓരോരോ കാര്യത്തിലൂടെ അബ്രഹാമിനെ കൊണ്ടുപോയി 21ാം അധ്യായത്തിൽ വന്നപ്പോൾ വീണ്ടും അബ്രഹാമും അബീമേലെക്കും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. അതിനുശേഷം നിത്യ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു പോകും. നിങ്ങൾ ശ്രദ്ധിക്കണേ. 22ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. 22ാം അധ്യായം ഒരു കാരണവശാലും ക്ലാസ് എടുക്കേണ്ട കാര്യമുള്ളതല്ല. ഞാൻ എന്തോ പറഞ്ഞാലും അറിയാം. അബ്രഹാം രാവിലെ ആടിനെ കൊണ്ട് പോകും. തമ്പുരാൻ അവിടെ ആടിനെ കൊണ്ടുവരും. ഇസാക്ക് രക്ഷപ്പെടുകയും ചെയ്യും. ഷാജിപ്പാസ് ഇനി എങ്ങനെ വ്യാഖ്യാനിച്ചാൽ 22ാം അധ്യായത്തിൽ അതേ ഉള്ളൂ. ഞാൻ സമ്മതിച്ചു. ഞാൻ 22ാം അധ്യായം കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ എളുപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സംഭവം അറിയാമല്ലോ. ഇസാക്കിനോട് ഞാൻ കഴിക്കാൻ പോണ കാര്യമാണ്. പക്ഷേ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ സംഗതികൾ എനിക്ക് പറയാനുണ്ട്. അതിന് സ്തോത്രം.
കാരണം അത് അറിഞ്ഞെങ്കിൽ 21 അധ്യായത്തിന്റെ ഒക്കെ മഹത്വം നിങ്ങൾക്ക് അറിയാനോ. അതുകൊണ്ടാണ് 22 അധ്യായത്തിലേക്ക് വരുന്നു. 21 അധ്യായത്തിൽ നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാമിനെ കാണാം. 22 അധ്യായം തുടങ്ങുകയാണ്. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാം നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ ആരാധന കഴിച്ചു. കുറെ കാലം ഫെലിസ്തീനത്ത് പാർത്തു. പാർത്തിയിടത്തൊക്കെ യാഗപീഠമൊക്കെ ഉണ്ടാക്കി ദൈവത്തിന് വഴിപാടുമൊക്കെ കഴിച്ച് എന്തെങ്കിലും ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞിട്ടേ ചെയ്യൂ. അങ്ങനെ നല്ലൊരു ബന്ധത്തിൽ നിൽക്കുകയാണ്. ഇതിന്റെയൊക്കെ ശേഷം ഇവിടെ ഇപ്പൊ ഒരു ലവ് ടെസ്റ്റ് നടക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കണേ, എന്നെ വളരെ ശ്രദ്ധിക്കണം. യഹോവയായ അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, പരീക്ഷിക്കുക എന്നുള്ളതിന് നെഖ എന്നൊരു എബ്രായ പദമാണ്. അതിന്റെ അർത്ഥം അത് പരീക്ഷിക്കുക എന്നല്ല, തെളിയിക്കുക എന്ന്. അതിന്റെ ശേഷം യഹോവയായ അബ്രഹാമിനെ തെളിയിച്ചത് എങ്ങനെയെന്നാൽ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗമാകും. നന്നായിട്ട് എന്നെ ശ്രദ്ധിക്കണേ. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇന്നുവരെ കേൾക്കാത്ത കാര്യങ്ങളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ഉൾക്കൊള്ളാൻ പ്രയാസം കാണാം. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ തെളിയിച്ചത് എങ്ങനെയെന്നാൽ, ദൈവത്തെ സേവിക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, നിത്യദൈവമായ യഹോവയെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ തമ്പുരാൻ ചിലപ്പോൾ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയാനായിട്ടൊന്ന് തെളിയിക്കുന്ന പരിപാടിയൊക്കെ നടത്തും. നമ്മൾ മാത്രം അതിന് സമ്മതിക്കുകയല്ല. എന്നെ തെളിയിക്കാൻ ഒരു കാരണവശാലും നോക്കണ്ട. മാറ്റ് ഉരച്ചു നോക്കിയാലേ എന്റെ മാറ്റ് അറിയാൻ പറ്റൂ. സ്വർണമാണോ ചെമ്പാണോ എന്ന് അറിയണോ നിനക്കൊന്ന് ഉരച്ചു നോക്കണ്ടേ. ഇത് ഉരയ്ക്കാൻ ഓങ്ങുമ്പോഴത്തേക്കും നമ്മൾ 21 ഇരിക്കുക. പിന്നെ എങ്ങനെയാന്ന് പറ. എന്ത് ചെയ്താ സമ്മതിക്കുകയല്ല. നമുക്ക് പെന്തോക്കോസ്തർക്ക് അങ്ങനെ ഗുണമുണ്ട്. ഏതാണ്ട് നോങ്ങിയാൽ മതി, അന്നേരം 3. കുമളിയും തങ്കച്ചൻ പാസ്റ്ററും പിന്നെ തലപടിന്ന് വേറെ ആരെയും, പിന്നെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വേറൊരാളും, 3 ദിവസം 3 പേര്. ഈ 3 പേരും കൂടെ വന്ന് വേണം ഈ ഓങ്ങിയ സ്ഥാനത്ത് ഒഴിവാക്കി വിടാൻ. ഒരു കാരണവശാലും സംഗീതക്കാരൻ പറഞ്ഞു, നീ അവരെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. ആര്? ദൈവം. നമ്മളാണെ ശത്രു ഓടിച്ചാന്ന് പറഞ്ഞ് അന്നേരെ ശാസിച്ചേന്. ദാവീദ് പറഞ്ഞത് വേറെ ആരുമില്ല, അങ്ങ് തന്നെയാണ് ഇവരുടെ തലയിൽ കയറാൻ അനുവദിച്ചത്. നമുക്ക് വരുന്ന ഏതൊരു, നിങ്ങൾ ഇത്രയും ഒരു കാര്യം ദയവായി മനസ്സിലാക്കണം, ഏതൊരു പ്രശ്നവും ഏതൊരു പ്രതികൂലവും ദൈവം അനുവദിച്ചിട്ടാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടുകയല്ല. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ കാര്യം? നമ്മുടെ ദൈവജന പഠനമൊക്കെ ഇത്രത്തോളമായിട്ടും എനിക്ക് പലപ്പോഴും ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നത്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. അപ്പൊ ഈ അന്ത്യകാലത്ത് നമ്മോട് അരുളി ചെയ്യുന്ന ആര് മുഖാനോ? പുത്രൻ മുഖേനയാ. പുത്രൻ മുഖേന പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേറെ ആരെങ്കിലും പറഞ്ഞതുണ്ടെങ്കിൽ ഒരു സമാധാനവും. പുത്രൻ മുഖാന്തരം പറഞ്ഞൊക്കെ അവിടെ കിടക്കട്ടെ. എന്നാലും ആലിസാൻറ്റി അത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ഹോ, എന്തോ ഒരു കുളിർമയാണെന്നറിയാമോ. പിന്നെ ആലിസാൻറ്റി പറഞ്ഞതാ, അല്ലെങ്കിലും ആലിസാൻറ്റി പറഞ്ഞതാ. സ്തോത്രം. എന്റെ ചോദ്യം, ഈ പുത്രൻ മുഖാന്തരം പറഞ്ഞതിനകത്ത് ഉറപ്പില്ലാത്തത് കൊണ്ടല്ല പിന്നെ ആലീസിന്റെയും കുഞ്ഞുമ്മയുടെ ഒക്കെ പുറകെ ഓണ്ടാട്ട് വരുന്നത്. നിങ്ങളെ വിചാരം ഷാജി പാസ്റ്റർക്ക് പ്രവാചകന്മാരുണ്ട് കരിപ്പായിട്ട് അതൊക്കെ പറഞ്ഞു. നോ. ദൈവം തന്റെ സഭയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും നല്ല ഭംഗിയായി ജ്വലിക്കുന്നതായിരിക്കണം ഒരു ദൈവസഭ. നിശ്ചയമായും പ്രവാചകന്മാർ ഒന്നല്ല ഒന്നിലധികം ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കണം. അത് തമ്മിലടിക്കാനായിട്ടോ കൊച്ചിന് അവിടെ അഡ്മിഷൻ കിട്ടും നോക്കാനും ആ വീട് നമ്മൾ അഡ്വാൻസ് ഒന്ന് കിട്ടാൻ തടസ്സം വല്ലതും ഉണ്ടെന്ന് പ്രാർത്ഥിച്ച് നോക്കാനായിട്ടൊന്നുമല്ല. അത് കവിടി നിർത്തിയാലും പറയാം. ഇത് അതിനുള്ളതല്ല.
പിന്നെ ദൈവസഭയ്ക്കകത്ത് പ്രവാചകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. ദൈവസഭയുടെ ആത്മീയ വർധനവിന്. സ്വോത്രം. അല്ലെ, പേപ്പർ വിടക്കെടുക്ക പ്രൊമോഷൻ എന്ന് കിട്ടുന്നു പ്രാർത്ഥിച്ചൊന്ന് പറയണം. ഓ, ദൈവം എന്നെ കാണിക്കും, ചില പേപ്പറുകൾ ചലിക്കുന്നു. അത് ഫാൻ അടിച്ചിട്ടായിരിക്കും കറങ്ങുമ്പോ. ഫാൻ കറങ്ങുമ്പോ ഏത് പേപ്പറാ ചലിക്കുകയല്ലാത്തത്? സ്വോത്രം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു കുളിർമ. സ്തോത്രം. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്റെ കലിപ്പിന് അല്ലെന്നേ. നിങ്ങൾ മണ്ടത്തരം കാണിക്കാതെ. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ അടുത്തത് ആരുമില്ല എനിക്കു ദോഷം ചെയ്യുവാൻ, ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കണ്ടോ? ഞാനൊരു കാര്യം പറയാം. ചത്ത മീനെയും ജീവനുള്ള മീനിനെ എങ്ങനെ അറിയാമെന്നറിയോ? ചത്ത മീനെ ഒഴുക്കനുസരിച്ച് പോവും. ജീവനുള്ളതോ ഒഴുക്കിനെതിരെ നീന്തും. ചത്തതാണോ ജീവനുള്ളതാണോ നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചത്ത മീൻ ഒന്നും അറിയണ്ട, അങ്ങ് നല്ല സുഖമായിട്ട് അങ്ങ് പോയാൽ മതി. ഒഴുക്കിനനുസരിച്ച് ഒരു തിരയില്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല, അങ്ങ് തന്നെ അങ്ങ് പോകാം. പക്ഷെ ജീവനുള്ള മീൻ അങ്ങനല്ല, അത് തിരിച്ചാ. മനസ്സിലായിക്കാണെന്ന് വിശ്വസിച്ചു. ഞാൻ മടങ്ങി വരുന്നേ. അങ്ങനെ പറഞ്ഞു പോയ സമയം പോകും. ദൈവം നമ്മെ തെളിയിക്കും. ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോരോ സന്ദർഭങ്ങളും നമ്മെ തെളിയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന അവസരമാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവാശ്രയം, നമ്മുടെ വിശുദ്ധി, നമ്മുടെ സമർപ്പണം, നമ്മുടെ അനുസരണം, നമ്മുടെ വിധേയത്വം, നമ്മുടെ വിനയം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രതിഷ്ഠാ ജീവിതം, ഇതൊക്കെ തെളിയിക്കാൻ ദൈവം തന്ന സമയങ്ങളാണെന്ന് മനസ്സിലാക്കണം. അല്ല അതിനെല്ലാം ശാസിക്കാൻ പോകരുത്. ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഈ കഷ്ടത അങ്ങ് എനിക്ക് അനുവദിച്ചതിനായി സ്തോത്രം. അങ്ങ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അതിൽ പ്രാഗൽഭത്തോടെ വിജയിപ്പാൻ ദൈവമടിന് കൃപ നൽകണമേ. ഒരിക്കൽ കൂടെ എന്റെ വിശ്വാസവും എന്റെ ആത്മസമർപ്പണവും എന്റെ വിശുദ്ധിയും തെളിയിക്കാൻ ഇത് മുഖാന്തരമാക്കി തീർക്കുന്നതിനായി സ്തോത്രം എന്ന് പറയണം. ഇല്ലം പ്രതികൂല എന്ന് പറഞ്ഞു പൗലോസ് പറഞ്ഞു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്ന പരിശുദ്ധാത്മ പട്ടണം തോറും പറയുന്നല്ലാതെ ഞാനാവുന്നൊന്നല്ല. ഹൂ കേഴ്സ്? ആര് ശ്രദ്ധിക്കുന്നു? നമ്മക്കാണെങ്കിൽ 41 പോയിട്ട് 101 ഉപവാസം ഇരിക്കാൻ അവർ ഒറ്റ ദൂത് മതിയായിരുന്നു. സ്തോത്രം. എന്തിന്? സ്വന്തം അസുഖം മാറാൻ ആകെ 3 പ്രാർത്ഥിച്ചുള്ളൂ. എന്നിട്ടത് മാറിയോ? അതുമില്ല. അത് മാറിയോ? ഇല്ല. കർത്താവ് ചോദിച്ചു, നിനക്ക് കൃപ വേണോ, രോഗശാന്തി വേണോ എന്ന്. പൗലോസ് പറഞ്ഞു, എനിക്കൊരു ശാന്തി വേണ്ട, കൃപ കൂട്ടി തന്നേക്കാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല. ശാന്തി തന്ന് മുഴുവൻ പേരോടെ മറിച്ചതിന് ശേഷം കൃപയും കൂടെ തന്നേര്. ഇത് മാറ്റിയിട്ട് മതി. അല്ലാതെ ഇതിനെ കൂടെ അതിജീവിക്കാനുള്ള കൃപ വേണമെന്നുള്ളതല്ല. കൃപ വർദ്ധിക്കുകയാണെങ്കിൽ രോഗം അവിടെ ഇരുന്നാൽ എന്താന്നേ കുഴപ്പം? സ്തോത്രം. അതവിടെ ഇരുന്നോട്ടെന്നേ. നിഗളിച്ചു പോകാതിരിക്കാൻ നല്ലതല്ലേ? പൗലോസ് അങ്ങനല്ലേ കണ്ടത്? സ്തോത്രം. ഞാൻ മടങ്ങി വരും. 22-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട 1 കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കാം. സമയം വളരെ വേഗം മുന്നോട്ട് നീങ്ങുന്നു. അതിന്റെ ശേഷം, ഏതിന്റെ ശേഷം? ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ പുറകോട്ട് ഇറങ്ങിപ്പോയാൽ എനിക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്തോണം. അതിന്റെ ശേഷം എന്ന് പറയുമ്പോൾ 12-ാം അധ്യായം മുതൽ നടന്ന മുഴുവൻ സംഭവങ്ങളുടെ മനസ്സിലുണ്ടാകണം. ദൈവം അബ്രഹാമിനെ തെളിയിക്കാൻ തീരുമാനിച്ചു. ഓരോ വാക്കും ശ്രദ്ധിക്കണേ. അതെങ്ങനെയാണ് പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്നുള്ളത് തെളിയിച്ചത് എങ്ങനെയെന്ന് വായിച്ചാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഒറ്റ വിളി വിളിച്ചു, അബ്രഹാമേ ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ഓർക്കുകയാണേ,
ഒറ്റ വിളി വിളിച്ചപ്പോഴേ അടിയൻ ഇതാന്ന് പറയണമെന്നുണ്ടെങ്കിൽ അബ്രഹാം എന്തോ അറ്റൻഷനോടും ആയിരിക്കും അല്ലേ, ഒരു ജീവിതമായിരിക്കും ദൈവം വിളിച്ചാൽ എപ്പോഴും കേൾക്കാൻ. നമ്മളെയൊക്കെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നറിയാവോ? എവിടെ കേട്ടിട്ടാ? സ്തോത്രം. വേണമെങ്കിൽ എന്നോടെ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിച്ച, നിങ്ങൾ എന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നത് പോലെ ദൈവശബ്ദം കേട്ട അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എന്താ, നമ്മൾ മിണ്ടാത്തൊരു ദൈവത്തെയാണോ നമ്മൾ സേവിക്കുന്നത്? പല സന്ദർഭങ്ങൾ ഒരുപക്ഷെ ദൈവശബ്ദം കേൾപ്പാൻ അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എത്രത്തോളം നിങ്ങൾ ആ സമയത്ത് ദൈവത്തിന് നിങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഇതൊന്നും വേണ്ട, പേഴ്സണൽ പ്രയറിന് വേണ്ടി വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുമല്ലോ. സന്ധ്യ പ്രാർത്ഥനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കും ഒക്കെ ശേഷം വ്യക്തിപരമായി പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിക്കാറില്ലേ? ആ സമയത്ത് നമ്മളൊരു 100 കൂട്ടം വിഷയം അങ്ങ് പറഞ്ഞു തീർത്ത് ആമേൻ, യേശുവിൻ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കാതെ പ്രാർത്ഥനയെല്ലാം 1 by 1 ആയിട്ട് ഒന്ന് ഇറക്കി വെച്ച് റിലാക്സ് ചെയ്ത് വെച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ, അടിയനോട് സംസാരിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാമോ? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞൊരു പൊട്ടത്തരമായിരിക്കാം, ആത്മീയനെ പൊട്ടനായിട്ട് കാണുന്നത്. അത് 22-ാം അധ്യായത്തിലുണ്ട്, ഞാൻ പറയാം. ഒന്ന് വളരെ ശ്രദ്ധയോടെ ഇരുന്നേ. ഓഫ് കോഴ്സ് യു വിൽ ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. ദൈവശബ്ദം കേൾക്കാൻ പറ്റും. ആമേൻ പറഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് ചപ്പാത്തി പരത്താൻ പോയാൽ ദൈവശബ്ദം കേൾക്കുകയല്ല. സ്തോത്രം. പിന്നെ എനിക്കറിയാം കറക്റ്റ് ദൂതല്ലേ ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനല്ല, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ഒന്ന് ശാന്തമായിട്ട് ശ്രദ്ധ വിടാതെ പ്രാർത്ഥിച്ച് അതേ കോൺസെൻട്രേഷനോടെ ഇരുന്നേ. കാതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേ. നമ്മോട് സംസാരിക്കാം. അതുകൊണ്ടല്ലേ ഞാൻ മുൻപ് ക്ലാസിന്റെ ആരംഭകാലത്ത് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രീസ്റ്റ്, പുരോഹിത പ്രതിഷ്ഠ ഇടയ്ക്ക് എപ്പോഴും ഞാൻ കയറി പറഞ്ഞു. അതിൽ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ വേർതിരിക്കുമ്പോൾ അതിപ്രധാനമായ ഒരു കർമ്മം ചെയ്യും. ആട്ടുകൊറ്റനെ ആർത്ത് അതിന്റെ രക്തം എടുത്തിട്ട് വലത് കാതിന്മേൽ രക്തം അടയാളം ഇടും. അർത്ഥം, കാതുകൾ യഹോവയ്ക്ക് വിശുദ്ധം. ഒന്നുകൂടെ പറഞ്ഞാൽ, കാതുകൾ യഹോവയ്ക്കുള്ളത്. ലോകത്തിന്റെ ശബ്ദത്തിന് കാത് വിട്ടുകൊടുക്കാതെ ദൈവശബ്ദത്തിന് വേണ്ടി കാത് സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, യേശുദാസന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്, യേശുവിന്റെ ശബ്ദമായിരിക്കണം. ഗന്ധർവനാണെങ്കിൽ ഓക്കെ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അല്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. രക്ഷിക്കപ്പെടാത്ത എന്തോ ഗന്ധർവനായാലും എന്താ ഗുണം? സ്തോത്രം. അതിനേക്കാൾ നമ്മുടെ പരിവർത്തിച്ച ശബ്ദം തന്നെയാണ് നല്ലത്. മനസ്സിലാകുന്നോ? പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ദൈവശബ്ദം കേൾക്കാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കും. ഞാൻ മുന്നോട്ട് നീങ്ങുകയാണേ. അബ്രഹാമിനെ വിളിച്ചു, ഒറ്റ വിളിയെ വിളിച്ചുള്ളൂ. അബ്രഹാം അവിടെ അവൈലബിൾ ആരും. അടിയൻ ഇതാ. നീ വാക്ക് ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഭാഗം അറിയാൻ വയ്യാത്തില്ല, വായിച്ചു പറഞ്ഞാൽ അത് ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അവൻ, ആര്? ദൈവം, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാൻ കഴിക്ക എന്നരുളി ചെയ്തു. അടുത്ത വാക്ക്, അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് കഴുതിക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെ കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഇവിടെ മുതലാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവം അബ്രഹാമോട് പറയാണ്, നിന്റെ മകനെ, അത് കഴിഞ്ഞൊരു കോമ കൊടുത്തു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ. ഈ ദൈവം സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. എത്ര ക്ലിയർ ആയിട്ടാണ് സംസാരിക്കുക, ക്ലാരിറ്റിയോടെ, ഇല്ലേ? നമ്മളോട് ആത്മാവ് സംസാരിക്കുന്ന അറിയോ? ആരാണ്ടോടൊക്കെയോ സംസാരിക്കുന്നു. ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെയൊക്കെയോ ഏതാണ്ടൊക്കെ നടക്കുന്നു, ആരെയൊക്കെയോ തൊടുന്നു, ഏതാണ്ടൊക്കെ ഇറങ്ങിപ്പോകുന്നു.
ആർക്കാണ്ടൊക്കെ കിട്ടുന്നു. കേട്ടിട്ടുണ്ടോ? ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നെന്ന്. അത് ആരോടെന്ന് അറിയാൻ പറ്റുമെങ്കിൽ മിണ്ടായിരുന്നാ പോരെ, പരിശുദ്ധാത്മാവ് സംസാരിച്ചോളൂ, നീ എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കട്ടെ, നീ എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അങ്ങനല്ല. ഇവിടെ നോക്ക്, ദൈവം സംസാരിക്കുന്നു. ഓക്കെ, അവിടെയൊക്കെ പറയാൻ പോയാൽ നിങ്ങൾ വഴക്കുണ്ടാക്കാവുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. പരമാവധി വഴക്കുണ്ടാക്കാനുള്ള സാധ്യത ഒഴിവാക്കി പോകാനുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യം കൊണ്ടാണ്, വേറൊന്നുമല്ല. അല്ലെങ്കിൽ എത്ര ആത്മാവിൽ നിറഞ്ഞവരാന്ന് പറഞ്ഞാലും ശരി, ഇടയ്ക്ക് എന്റെ ശൈലിയൊക്കെ വിട്ടേച്ചു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള നല്ല തിരിച്ചറിവുള്ളത് കൊണ്ട് ഞാൻ മടങ്ങി വരും. കൃത്യമായി ദൈവം കാര്യം പറഞ്ഞു. എന്താ ദൈവം ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ കാരണം? ഇങ്ങനെ അബ്രഹാമിനെ തെളിയിക്കണം തീരുമാനിക്കാൻ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയത്? നിരീശ്വരവാദികളും എസനീസിന്റെ ആളുകളൊക്കെ ഡിബേറ്റ് നടത്തുമ്പോൾ പറയുന്ന കാര്യം ഇതാണ്: സ്വന്തം മകനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവം സ്വർഗത്തിലിരിക്കുന്നു. അപ്പനോട് പറയുന്നു, 100ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ കിട്ടി, ആ കുഞ്ഞിനെ ഇപ്പൊ തന്നെ എനിക്ക് കൊണ്ട് വഴിപാട് കഴിക്കണം, അപ്പം കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുന്നു. നിരീശ്വരവാദികൾ ചർച്ചയെ പറയുന്നതാ. ഇതാണ് ക്രിസ്ത്യാനികളുടെ ദൈവം, രക്തദാഹിയായ ദൈവം. ആ ദൈവത്തെയാണോ നിങ്ങൾ സേവിക്കുന്നത്, സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ അങ്ങനെ കിടന്നോട്ടെ, അവരുടെ പുറകെ നമ്മൾ പോകണ്ട, നമുക്കിതിന്റെ ശരിയായ കാര്യം പഠിക്കാം. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ദൈവം പറയാ നീ നിന്റെ മോനെ കൊണ്ട് യാഗം കഴിക്കാൻ പോണെന്ന് പറഞ്ഞെങ്കിൽ അബ്രഹാം ഉറപ്പായിട്ട് ഇസ്മായിലിനെ കൊണ്ട് പോയല്ലായിരുന്നോ? അപ്പൊ എടുത്തുണ്ട് ഏകജാതനായ. അന്നേരം അബ്രഹാമിന് പറയാം, ഇവർ രണ്ടുപേരും അവരുടെ അമ്മമാർക്ക് ഏകജാതനല്ലേ, ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് എടുത്തു പറഞ്ഞു, മോനെ അബ്രഹാമേ, നിന്റെ മകനെ, ഒന്നുകൂടെ പറഞ്ഞ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി മോറിയാമലയിൽ ഞാൻ കൽപ്പിക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു ടെസ്റ്റ് നടത്തിയെന്നുള്ളത് ആ വാക്യത്തിനകത്തുണ്ട്. നിന്റെ മകനെ, അടുത്ത വാക്ക് എങ്ങനെയാ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന. ഉത്തരം കിട്ടി നമുക്ക്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ. ആ ഒരൊറ്റ സെന്റൻസ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടിയില്ലെങ്കിലും അബ്രഹാമിന് കാര്യം പിടികിട്ടി. പറയാം, അബ്രഹാമിന് വേറൊരു പേരുണ്ട്. ഏതാന്ന് പറയാമോ? അബ്രഹാമിന് വേറൊരു പേരുണ്ട്. വേറെ വിശ്വാസികളുടെ പിതാവ് എന്നുള്ളത് പൊതുവെ പറയുന്നു, അതല്ല. ആ പേര് കൂടാതെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു പേരുണ്ട്. യാക്കോബ് ലേഖനം ഇവിടുത്തെ 2-ാം അധ്യായം 22-23 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 22-23 വാക്യങ്ങൾ. മറ്റൊരാൾക്ക് ദിനവൃത്താന്തം 2-ാം പുസ്തകം എടുക്കുക, 20-ാം അധ്യായത്തിന്റെ 7-ാമത് വാക്യം. യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിന്റെ 8-ാമത് വാക്യം. 3 വാക്യം വായിക്കണേ. യാക്കോബ് 2-ന്റെ 22-23, ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത് വാക്യം, യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിന്റെ 8-ാമത് വാക്യം. വായിച്ചോളൂ ഓരോരുത്തർ. എടുത്തവർ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചേ. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നു. അബ്രഹാം വിശ്വസിക്കുകയും അത് അവനെ കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. എന്തുവാ? ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. ഓക്കെ, ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത് വാക്യം. യെശയ്യാവ് എടുത്തൊരു വായിച്ചു. യെശയ്യാവ് 41-ന്റെ 8.
ഒരാളെ കൊണ്ട് തന്നെ വായിപ്പിക്കാതെ മറ്റുള്ളവരുടെ അടുത്ത്. ദിനവൃത്താന്തം 1-ാം അധ്യായം. അല്ലല്ല, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 7-ാമത് വാക്യം. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക്, നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക്. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 8-ാമത് വാക്യം. നീയോ എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. 3 വാക്ക് ഞാൻ തന്നു, മറന്നു പോകരുത്. യാക്കോബിൻ ലേഖനം 2-ാം അധ്യായം 23-ാമത് വാക്യം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാമത് വാക്യം, യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 8-ാമത് വാക്യം. ഈ 3 വാക്യങ്ങൾ തെളിവായി പറയുമ്പോൾ അബ്രഹാമിന് മറ്റൊരു പേരുണ്ടെന്ന് പിടികിട്ടി. എന്താണ്? ദൈവത്തിന്റെ സ്നേഹിതൻ. കണ്ടോ? ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേരായി, അല്ലെങ്കിൽ ആ പേർ വിളിക്കത്തക്കെന്നല്ല. അതുകൊണ്ടാണ് വിശ്വാസം നീതിരിക്കപ്പെട്ട അബ്രഹാമിനെ കുറിച്ച് യാക്കോബ് എടുത്തു പറയാൻ കാരണം. അപ്പോൾ അബ്രഹാമിന് മറ്റൊരു പേരുണ്ടത് ദൈവത്തിന്റെ സ്നേഹിതൻ. ദൈവത്തിന്റെ സ്നേഹിതനായതുകൊണ്ട് തിരുവെടുത്ത് പറയാ, ഞാൻ ചെയ്യുവാനിരിക്കുന്ന എന്റെ ദാസനായ അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? കണ്ടോ? അപ്പൊ ദൈവം എന്തു ചെയ്യണമെന്നുണ്ടെങ്കിലും അബ്രഹാമിനോട് പറഞ്ഞിട്ടേ ചെയ്യൂ. അപ്പോൾ അബ്രഹാമും ദൈവം നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. they were so close. അവരുടെ ഇന്റിമസി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ദൈവവും അബ്രഹാമും തമ്മിലുള്ള അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഗുണം, ഏത് കാര്യവും തുറന്നു പറയാൻ ഭാര്യയോടും ഭർത്താവിനോടും അപ്പനോടും അമ്മയോടും മക്കളോടും പറയാൻ പാടില്ലാത്തതൊക്കെ ഫ്രണ്ട്സ് തമ്മിൽ ഷെയർ ചെയ്യും. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അബ്രഹാമും ദൈവവും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ. ദൈവം എന്ത് ചെയ്യുകയാണേലും ദൈവത്തിന്റെ ഫ്രണ്ട് ആയിരിക്കുന്ന അബ്രഹാമിനോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. എന്തു ചെയ്താലും. ബാക്കി അങ്ങനെ പറഞ്ഞത് പണ്ടോ നമ്മൾ കണ്ടതല്ലേ, ഞാൻ ചെയ്യുവാനിരിക്കുന്ന ദാസനെ അബ്രഹാമിനോട് മറച്ചു വെക്കും. എന്ത് ചെയ്താലും അബ്രഹാമിനോട് പറഞ്ഞേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സോദോമിലും ന്യായം വിധിക്കാൻ പോയ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്നപ്പോൾ അയ്യോ ചെയ്യരുത്, അവിടെ 100 പേരുണ്ടെങ്കിൽ 50 പേരുണ്ടെങ്കിൽ 30 പേരുണ്ടെങ്കിൽ 25 പേരെന്നും പറഞ്ഞ അബ്രഹാം ഇടയ്ക്ക് കയറി നിന്ന്. അതുകൊണ്ടാ. അപ്പൊ ദൈവം എന്ത് ചെയ്യണമെങ്കിലും അബ്രഹാമിനോട് പറഞ്ഞിട്ട് ചെയ്ത്. അത്രമേ സ്നേഹിതരാണ് അബ്രഹാമും ദൈവവും തമ്മിൽ. പക്ഷെ ഒരു പ്രശ്നം, 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഒരു കുഞ്ഞിനെ കിട്ടി, ഇസഹാക്ക്. ഇപ്പൊ ഒരു കുഴപ്പം, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നും പറയണമെന്നും ഉണ്ടെങ്കിലുണ്ടല്ലോ, അബ്രഹാമിനെ നോക്കിയാൽ കാണാനില്ല. അബ്രഹാം എപ്പോഴും കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. എപ്പം നോക്കിയാലും പുള്ളി ലുലുമാളിലുണ്ട് ലാക്ടോജൻ മേടിക്കാൻ. സ്വോത്രം. 22-ാം അധ്യായത്തിൽ വരുമ്പോൾ ലാക്ടോജൻ കഴിക്കുന്ന പ്രായമൊന്നുമല്ല അബ്രഹാമിന്, കേട്ടോ. 35 വയസ്സിന് മേളിൽ പ്രായമാണ്. പക്ഷെ പരീക്ഷന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ. നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കണം, കീൻ അറ്റൻഷൻ ആയിരിക്കണേ, എങ്കിലും ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകൂ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ. അതിനർത്ഥം, അബ്രഹാമേ, നീ എന്റെ സ്നേഹിതനായിരുന്നു. ഇപ്പം ഒരു കുഞ്ഞ് കിട്ടിയതിന് ശേഷം സ്നേഹമല്ല ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? പിന്നെ ആരും ഒന്നും മിണ്ടാത്ത. ദൈവത്തിന് കിട്ടേണ്ട സ്നേഹമല്ല ഇപ്പൊ എങ്ങോട്ട് പോവുക? ഇസഹാക്കിന് പോകുന്നു. അതല്ലേ വാക്യം, നീ സ്നേഹിക്കുന്ന. അതിനകത്ത് മുമ്പേ ആരാ സ്നേഹിച്ചുകൊണ്ടിരുന്നേ? ദൈവത്തെയാ. ഈ തമ്പുരാനൊരു പ്രശ്നമുണ്ട്, സ്നേഹിക്കുകയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. മനസ്സിലായോ? ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാ, മുഴുവൻ സ്നേഹവും കിട്ടണം. പപ്പാതിയുള്ള പരിപാടി വേണ്ട, 50-50 നോ. ഇപ്പൊ ഈ അബ്രഹാമിന് ഒരു കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം സ്നേഹം ഡൈവേർട്ട് ചെയ്തിപ്പോൾ ഇസഹാക്കിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിനൊരു സംശയം,
അബ്രഹാമിന് സ്നേഹം എന്നോടാണോ 100ാമത്തെ വയസ്സിൽ കിട്ടിയ കൊച്ചിനോടാണോ? തെളിയിക്കാൻ തീരുമാനിച്ചു. അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? അതിന്റെ ശേഷം യഹോവ അബ്രഹാമിനെ തെളിയിച്ചത് എങ്ങനെയെന്നാൽ, കണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? സ്പീഡ് കൂടിയിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ പരമാവധി നിർത്തി ഓരോ പോയിന്റ് മനസ്സിലാകത്തക്ക രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ കൂടെ വരണം. അതിനർത്ഥം പൂർണ്ണമായി എന്നിൽ വന്നുകൊണ്ടിരുന്ന സ്നേഹം ഇസഹാക്കിലേക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ട് ദൈവത്തിനൊരു സംശയം, എന്നോടാണോ മുഴുവൻ സ്നേഹം, ഇസഹാക്കിനോടാണോ സ്നേഹം? തമ്പുരാൻ ചോദിച്ചപ്പോൾ അയ്യോ ഞാനോ? എനിക്ക് സ്നേഹം ഉണ്ടല്ലോ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ആണോ? അതെ. എന്നാന്ന് തെളിയിക്കാൻ പറഞ്ഞു. എങ്ങനെ തെളിയിക്കണം? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ടു പോകണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് മോറിയ മലയിൽ അവന് എനിക്ക് വേണ്ടി ഹോമയാഗം യാഗം കഴിക്കുക എന്ന് പറഞ്ഞ അവന് സമാധാനം ഉണ്ടായിരുന്നു. ഹോമയാഗവും തീർത്തു പറഞ്ഞു. ഹോമയാഗത്തിന്റെ പ്രത്യേകത, ഹോമയാഗത്തിന് അർപ്പിക്കപ്പെടുന്ന മൃഗം പൂർണ്ണമായും ചാരമാകുന്നത് വരെ യാഗപീഠത്തിന്മേൽ ഇരിക്കണം. ഒന്നും ശേഷിക്കാൻ പാടില്ല. യാഗം കഴിക്കണമെന്ന് പറയാതെ ഹോമയാഗം എടുത്തു തന്നെ പറഞ്ഞു. നിങ്ങൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് ഈ യാഗങ്ങൾ ഏതൊക്കെയാണെന്നോ യാഗത്തിന്റെ പ്രമാണം എന്താണെന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന് ദൈവം ഇതെല്ലാം പകർന്നു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഹോമയാഗം എന്താണെന്നും ഭോജനയാഗം എന്താണെന്നും പാപയാഗം എന്താണെന്നും സമാധാനയാഗം എന്താണെന്നും അകൃത്യാഗം എന്താണെന്നും ഒക്കെ അബ്രഹാമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഹോമയാഗം തന്നെ പറഞ്ഞത്. അവർ തമ്മിൽ അത്ര ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരല്ലേ. ദൈവത്തിന് കിട്ടേണ്ട സ്നേഹം മുഴുവൻ ഡൈവേർട്ട് ചെയ്ത് പോയപ്പോ തമ്പുരാൻ പറഞ്ഞു, നീ നാവ് കൊണ്ട് പറഞ്ഞ പോലെ തെളിയിക്കാൻ പറഞ്ഞു. നിങ്ങളെ നാക്കൊണ്ട് പറയുന്നെല്ലാം തെളിയിക്കേണ്ട സാഹചര്യം വരും എന്നറിഞ്ഞേ പറയാവൂ. നീ മാത്രം മതി, നീ മാത്രം മതി. ചുമ്മാ ആവേശത്തിൽ കീബോർഡ് ശബ്ദം കേട്ടപ്പോ പാടി പോർത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നിൽക്കുവോന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ഇവിടുത്തെ പ്രശ്നം ഇതാ, ദൈവത്തിന് കിട്ടേണ്ട സ്നേഹമെല്ലാം കുഞ്ഞിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയി. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം, ദൈവത്തെക്കാൾ അധികമായി എന്തിനെങ്കിലും സ്നേഹിച്ച തമ്പുരാൻ പോക്കിയിരിക്കും. അത് തലമുറയാണേലും തമ്പുരാൻ പോക്കും. എന്നോട് വഴക്കുണ്ടാക്കരുതേ. ദൈവത്തെക്കാൾ അധികമായി മക്കളെ സ്നേഹിക്കുകയോ അവരെ ഞായറാഴ്ച സഭായോഗത്തിന് കൊണ്ടുവരാൻ ഉത്സാഹിക്കാതിരിക്കുകയോ, അയ്യോ അവർക്ക് അതുള്ളത് കൊണ്ട് ഇതുള്ള സാരമില്ല മോനെ, ഞാൻ മമ്മി പ്രാർത്ഥിച്ചാലും കുഞ്ഞു പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു വിടാതെ ദൈവത്തെക്കാൾ അധികമായി മക്കളെ സ്നേഹിച്ചാൽ തമ്പുരാൻ മക്കളെയും പോക്കും. അത്രയും വേണ്ടായിരുന്നല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ കഴിച്ചേക്കാൻ പറഞ്ഞു. ഇത്തരം പറഞ്ഞപ്പോഴേ അബ്രഹാമിന് കാര്യം പിടികിട്ടി. എനിക്ക് ദൈവം പറഞ്ഞതിനേക്കാൾ അബ്രഹാമിന്റെ അനുസരണം എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്കറിയാമോ, അബ്രഹാം ആദ്യകാലത്ത് എഴുന്നേറ്റു. ഈ കാര്യം ഒരു ഒറ്റ മനുഷ്യരോട് പോലും പറഞ്ഞില്ല. ആദ്യകാലത്ത് എഴുന്നേറ്റു. ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അനുസരിക്കണം. ഇങ്ങനെ അബ്രഹാം കടന്നങ്ങുറങ്ങി രാവിലെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് പല്ലുമൊക്കെ തേച്ച് കട്ടൻ കാപ്പി കുടിച്ചിട്ട് ദൈവമേ ഇനി കൊച്ചനെ കൊണ്ട് പോണമല്ലോ, ഏതായാലും പോണ വഴിക്ക് ഒന്നുകൂടെ ഉപയോഗിച്ച് നോക്കാം, എന്നാലും നീ വേറെ ആരെങ്കിലും വിളിച്ച് ഒന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കണം. അങ്ങനെ 9 മണിയായി 10 മണിയായി നട്ടുച്ചയായപ്പം മനസ്സില്ലാ മനസ്സോടെ പിന്നെ ഒരു ശകലം വിറവൊക്കെ എടുത്ത് അബ്രഹാം പോവുമായിരുന്നോ? അല്ലെന്നേ. നിങ്ങൾക്കറിയോ, ഈ അനുസരിക്കുകയാണെങ്കിൽ അബ്രഹാം അനുസരിച്ച പോലെ അനുസരിക്കണം. എപ്പോഴെങ്കിലും അനുസരിക്കാന്നുള്ളതല്ല. ഡിലേഡ് ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ് എന്ന് അറിയാമോ?
ഡിലേഡ് ഒബീഡിയൻസ്, വൈകിയുള്ള അനുസരണക്കേടിന് തുല്യമാണ്. ഇംഗ്ലീഷ് ഒരു ഫ്രേസ് ഉള്ളത് അങ്ങനെയാ. ഡിലേഡ് ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ്. ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞ് രാവിലെ ഒരു വായിട്ടടിച്ചാലും സന്ധ്യ ആയാലും അന്നേരം പിന്നെയും തിരിഞ്ഞും മറിഞ്ഞ് നിൽക്കുന്ന അനുസരണത്തിന്റെ കാര്യമല്ല ഇത്. ദൈവം ഈ കാര്യം പറഞ്ഞു. നമ്മൾ പറയുന്ന അബ്രഹാം ഇങ്ങനെ രാത്രി മുഴുവൻ നെഞ്ചു പൊട്ടി, ഞാൻ എന്താണ് ചെയ്യണമെന്നറിയാൻ കഴിയാതെ രാത്രി യാമത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കണ്ണീരോട് നെടുവീർപ്പിടുന്ന അബ്രഹാം എന്നാരാ പറഞ്ഞത്? നിങ്ങൾ വെറുതെ ഈ ഊളത്തോടൊന്നും ചിന്തിക്കരുത്. അബ്രഹാമിന് എങ്ങനെയെങ്കിലും നേരം പരിവരത്തൊന്ന് വെളുത്ത് കിട്ടിയാൽ മതി. ഭാര്യയോട് പോലും പറഞ്ഞില്ല ദൈവം പറഞ്ഞ കാര്യം. ആദ്യകാലത്തെ എഴുന്നേറ്റു, കോടാലിയൊക്കെ എടുത്ത് വിറക് അങ്ങോട്ട് കീറി. ഞാൻ ആലോചിക്കുക, സാറാമിച്ച് അറിയാതെ എങ്ങനെ ഈ വിറകൊക്കെ കീറിയെടുത്തത്. വിറക് കീറിയെടുത്ത് ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട്, 15 വയസ്സ് പ്രായമുള്ള ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് നേരെ പോയി മോറിയാമലയിലോട്ട്. പർവ്വതത്തിന് താഴെ നിന്നപ്പോഴത്തേനും ബാല്യക്കാലം നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു, അമ്മാരം കൊണ്ട് പോയാൽ യാഗം നടക്കുകയല്ല. കാരണം അബ്രഹാം ഈ യാഗപീഠം ഉണ്ടാക്കി ഇസ്ഹാക്കിനടുത്ത് കാണുമ്പോഴത്തെ ഇവന്മാര് പറയടാ, യജമാനു വട്ടളകി. മുമ്പ് വീട്ടിൽ വെച്ച് യാഗം കഴിക്കുന്ന ഇങ്ങനല്ലായിരുന്നു. പുള്ളിക്ക് ഇപ്പൊ ആളിനെയും കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയായി. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അബ്രഹാമിനെ ആദ്യം പിടിച്ചു കെട്ടണമെന്നും പറഞ്ഞ് ഇവന്മാര് ചാടും. എടാ, ആത്മീയം കാണിക്കുന്നൊക്കെ അനാത്മികന് വട്ടായിട്ടേ തോന്നും. ആര് സ്തോത്രം പറയാൻ അതിനൊക്കെ? ആത്മീയം കാണിക്കുന്നൊക്കെ അനാത്മികന് വട്ടായിട്ടേ തോന്നൂ. അവന് ഭോഷത്വമായിട്ടേ തോന്നൂ. അവനും മണ്ടത്തരമായിട്ടും വിഡിതമായിട്ടൊക്കെ തോന്നൂ. ലെറ്റ് ഇറ്റ് ബി സോ. അതങ്ങനെ ആയിക്കോട്ടെന്നേ. അതറിയാവുന്നതുകൊണ്ട് അവരെ കൊണ്ടുപോല, അവരെ താഴെ നിർത്തി. രണ്ടുപേരും അങ്ങോട്ട് പോകുമ്പോഴും വഴിക്ക് വെച്ച് വിചാരിച്ചു, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, എണ്ണയുണ്ട്, തീയുണ്ട്, സർവ്വതുമുണ്ട്. യാഗത്തുള്ള മൃഗം എവിടെ? നീയാവൊന്നും അറിയണ്ട, ആക്ക് ദൈവം നോക്കോളൂ, നീ വാടാന്ന് പറഞ്ഞു. മകനെ യഹോവ കരുതിക്കൊള്ളും. അങ്ങനൊന്നും അല്ല അബ്രഹാം പറഞ്ഞു. അബ്രഹാമിന് എങ്ങനെയും വല്ലതിലേനും മോറിയാമലും ചെന്നാ മതി എന്നോർത്തായിരിക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? സ്തോത്രം. പിന്നെ നല്ല ചോടിപ്പോടെ മോറിയാമലെ ചെന്ന് ഒന്നും നോക്കിയില്ല, യാഗപീഠം പണിതു. നമ്മളാണ് അന്നേരം ഒന്ന് മുട്ടുമടക്കി ഒന്നുകൂടെ പ്രാർത്ഥിച്ചതിന് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ. എന്തെങ്കിലും മോനെ ഒന്നുകൂടെ ജാഗരിച്ചേടാ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ദൈവം ഇടപെടാതിരിക്കില്ല, ഒന്നുകൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് മോറിയാമല അന്നേരം തന്നെ ഒരു വിടുതൽ മഹോത്സവം നടത്തിയേന്. അതൊന്നും ചെയ്തില്ല. അബ്രഹാമിന് ഒറ്റ ചിന്തയേ ഉള്ളൂ, എനിക്കിഷ്ടം ഇസഹാക്കല്ല ദൈവം തന്നെയാണെന്ന് തെളിയിക്കണം, അത് ഞാൻ ചെയ്യും. പിന്നെ സ്തോത്രം. ഞാനിതൊക്കെ മനസ്സിൽ കണ്ടോണ്ട് അത് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ട്യൂണൊക്കെ വരാൻ കാര്യം. അബ്രഹാം യാഗപീഠം പണിത് ഇസ്ഹാക്കിനെ കടത്തി. എന്റെ പൊന്നെ, ഞാൻ ഓർക്കുക, ഇസ്ഹാക്ക് കാലുമടക്കി ഒരു അടി കൊടുത്ത അബ്രഹാം അടുത്ത പഞ്ചായത്തിൽ നിന്ന് എഴുന്നേറ്റ് വരൂ. പക്ഷെ അപ്പൻ ആരാണെന്നും അപ്പന്റെ ഫ്രണ്ട് ആരാണെന്നും അറിയാവുന്ന ഇസ്ഹാക്ക് അപ്പം പറഞ്ഞത് എല്ലാം അനുസരിച്ചു. സ്തോത്രം. ഞാൻ ഈ കസേരന്ന് എടുത്ത് ചാടിയ കൊള്ളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൻ ആരാണെന്നും അപ്പൻ നിരന്തരമായ കമ്പനി കൂടുന്ന ആരുമായിട്ട് അറിയാവുന്ന ഇസ്ഹാക്ക് ഉണ്ടല്ലോ, അപ്പം പറഞ്ഞത് വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ചെന്ന്. കയറി കിടക്കും മോനെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ കയറി കിടന്നു, കാലും കൈയും കെട്ടി എല്ലാം റെഡിയാക്കി വാളെടുത്ത് വെട്ടാൻ ഓങ്ങിയപ്പോൾ നാടൻ ഭാഷ പറഞ്ഞ സ്വർഗം കിടുങ്ങിപ്പോയി. ദൈവം ഒരു വിളി വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ. അതെന്താ കാര്യം? ഒറ്റ വിളിക്ക് അബ്രഹാം നിൽക്കുകയും ദൈവത്തിന് പിടികിട്ടി. ഞാൻ അതുകൊണ്ട് ആ തുടക്കത്തിൽ പറഞ്ഞത്, യാഗം കഴിക്കാൻ പോണമെന്ന് പറയാൻ ദൈവം ഒറ്റ വിളി വിളിച്ചപ്പോൾ അടിയൻ ഇതാന്ന് പറഞ്ഞു. ദൈവത്തിന് മനസ്സിലായി അബ്രഹാമിനെ ഒറ്റ വിളിക്ക് നിൽക്കിയാൽ ഇവൻ വെട്ടും, ഉറപ്പാ. അത് ദൈവം വിളിച്ച വിളി കണ്ടോ? അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. അതുകൊണ്ടായി എബ്രായ ലേഖനക്കാരൻ എഴുതിയപ്പോൾ യാഗം അർപ്പിച്ചതായിട്ട് തമ്പുരാൻ കണക്കാക്കിയേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അല്ലാതെ എങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയും വെട്ടുന്ന സമയത്തെങ്കിലും ദൂതം എന്റെ കൈക്ക് പിടിക്കും,
കത്തി തെറിച്ചു പോകും, കുഞ്ഞ് രക്ഷപ്പെടും. ഇതൊന്നും ഓർത്തോണ്ടല്ല അബ്രഹാം വെട്ടിയത്. ഇന്നലെ കിട്ടിയ ഇസഹാക്കല്ല എനിക്ക് വിഷയം. കൽദേറുടെ പട്ടണത്തിലായിരുന്ന സമയത്ത് മെസപ്പൊത്തോമിൽ ഇരിക്കുമ്പോൾ എന്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച ഒരുവനുണ്ട്, അവനാണ് വിഷയം. ഇന്നലെ വന്നവനല്ല എന്ന് അബ്രഹാം തെളിയിക്കുക. എന്റെ പൊന്നോ, 22-ാം അധ്യായം ധ്യാനിക്കും തോറും എനിക്ക് എന്റെ ആവേശം കൂടും. ആട് വന്നതല്ല വിഷയം, അബ്രഹാമിന്റെ അനുസരണം. ദൈവകൽപ്പന അനുസരിക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ, ദൈവവചനം അനുസരിക്കാൻ, ദൈവശബ്ദത്തെ അനുസരിക്കാൻ ഇങ്ങനെ വേണം നാം തയ്യാറാകാൻ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ഇന്നാളും ദൈവാത്മാവ് ഇടപെട്ടതാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്തോ ചെയ്യണമെന്ന്. എടാ, ചെയ്യേണ്ട കാര്യമല്ല പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതെ, അത് കേട്ടച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്തോ ചെയ്യണമെന്ന്. ചെയ്യേണ്ട കാര്യ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അനുസരിക്കാൻ കഴിയല്ല, തന്നെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്തോ ചെയ്യണമെന്ന്. എന്നോടൊരാൾ പറഞ്ഞു, പാസ്റ്റർ ഞാൻ കർത്താവിന്റെ വേലയിൽ പോയി, എങ്ങോട്ട് പോകുന്നത് എനിക്ക് അറിയത്തില്ലെന്നു. ഞാൻ പറഞ്ഞ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകാനല്ല പറഞ്ഞിരിക്കുന്നേ, അല്ലേ? പിന്നെ എന്നെ അത്ര വഴി കണ്ട് നമ്മൾ സംശയിക്കാൻ നിൽക്കുന്നത്. എന്നെങ്കിലും ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടരുതെന്നല്ല ഞാൻ പറഞ്ഞത്. കാടടച്ച് പടി വെക്കല്ല, അങ്ങനെ ചിന്തിക്കരുത്. സോറി, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തെ അനുസരിക്കുകയാണ് ഇങ്ങനെ വേണം. ദൈവം ഒരു വിളി വിളിച്ചല്ലേ, അബ്രഹാമേ അബ്രഹാമേ. ഡബിൾ കോളിങ്. ബാലന്റെ മേൽ കൈവെക്കരുത്. അത് കഴിഞ്ഞപ്പോ അബ്രഹാം പതുക്കം തിരിഞ്ഞു നോക്കി. നേരം കണ്ടു ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടുവള്ളിയെ ചുറ്റിക്കിടക്കുക. ഓങ്ങിയ കത്തി വെട്ടിയിട്ട് താഴെ വെക്കുമെന്ന് അബ്രഹാമും തീരുമാനിച്ചു. രക്ഷപ്പെട്ടല്ലോ നല്ല പറഞ്ഞത്. ബാലന്റെ മേൽ കൈവെക്കരുന്ന് പറഞ്ഞതനുസരിച്ചു. ആടിന്റെ മേൽ കൈവെക്കരുന്ന് പറഞ്ഞില്ലല്ലോ, അതിനെടുത്തുകൊണ്ട് വന്നു. സ്തോത്രം. ഇസഹാക്കിന് പകരം യാഗം കഴിച്ചു. ഞാൻ നിങ്ങൾ ഉറപ്പിക്കാൻ ദൂതവിടെ പറയാം, ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കണമെന്നല്ലേ പറഞ്ഞേ? അല്ലേ? അതെ. ഹോമയാഗത്തിന്റെ വ്യവസ്ഥയിൽ നമ്പർ 1, 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും അയവിറക്കുന്നതും ആണാടും കുളമ്പ് പിളർന്നിരിക്കുന്നതും അയവിറക്കുന്നതുമായിരിക്കണം. എല്ലാം വിടാം. 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആണാടായിരിക്കണം. എത്ര വയസ്സാണ്? 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആണാണ് ഹോമയാഗം കഴിക്കേണ്ടതിന്റെ വ്യവസ്ഥ. അതാ. ആടിന് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം? 1 വയസ്സ്. ഓക്കെ. ഈ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി? പറ. 3 ദിവസം. അത്രല്ലേ ആയുള്ളൂ? യെസ്. അങ്ങനെ ശ്രദ്ധിച്ചേ. ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ട് 3 ദിവസമേ ആയുള്ളൂ. ഹോമയാഗത്തിന് അർപ്പിക്കുന്ന ആടിന് മിനിമം 1 വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം. ദൂത് പറയാം. അങ്ങനെയെങ്കിൽ അബ്രഹാമിന് പകരം മോറിയയിൽ കൊല്ലപ്പെടേണ്ട ആട് അന്നേരം ഉണ്ടായതാണോ? അല്ല. കുറഞ്ഞത് 1 വർഷം മുമ്പെങ്കിലും ഇസഹാക്കിന് പകരം അർപ്പിക്കപ്പെടേണ്ട ആട് ജനിച്ചിട്ടുണ്ട്. പറയാം. ദൈവം നിന്നെ ഒരു സാഹചര്യത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം അന്നേരം ഉണ്ടാകുന്നതല്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിന്നെ ഒരു തീച്ചുവയുടെ അനുഭവത്തിലേക്ക്, ഒരു പ്രതിസന്ധിയുടെ അനുഭവത്തിലേക്ക്, ഒരു പ്രശ്നത്തിലേക്ക് നിന്നെ ഇറക്കി വിടുന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം അന്നേരം ഉണ്ടാകുന്നതല്ല. മിനിമം 1 വർഷം മുമ്പെങ്കിലും തമ്പുരാൻ അത് കണ്ട് അതിന്റെ പരിഹാരം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. സമയമായപ്പോഴാണ് നിന്നെ ഇറക്കിയെന്ന് മാത്രം. മനസ്സിലായോ? സ്തോത്രം. അവിടെ ഉറച്ചു നിന്നോണം. ഇളകരുത്, ഇളകരുത്, ഇളകരുത്. എന്തു വന്നാലും ഇതിനകത്ത് നിങ്ങൾ ഉറക്കണം. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ ദൂത് നിങ്ങൾ അങ്ങനെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രശ്നം വന്നാൽ നിൽക്കുന്നേ. എന്നേശു എന്നിമ്മാനുവേൽ ഞാൻ നിൽക്കുന്ന ദീപാറമേൽ
ഞാൻ നിൽക്കുന്നതീ പാറമേൽ, എന്നേശുയൻ ഇമ്മാനുവേൽ. ഞാൻ നിൽക്കുന്നതീ പാറമേൽ, ഞാൻ നിൽക്കുന്നതീ പാറമേൽ. ഉറച്ചു നിൽക്കാൻ പറ്റും. സ്തോത്രം. പിന്നെ ഇങ്ങനെയൊക്കെയല്ല ഞാൻ നിലനിന്ന് പോണേ. അല്ല പ്രശ്നങ്ങളോ പ്രതികളോ ഇല്ലാഞ്ഞിട്ട് വല്ലതാണോ? ഇതൊന്നും കയറി ഏശാതെ നിൽക്കാൻ കാരണം ഉറപ്പുണ്ട്. നമുക്ക് ആ ഒരു സാഹചര്യം അനുവദിക്കുമ്പോൾ അതിന്റെ പരിഹാരം നാളുകൾക്ക് മുമ്പേ തമ്പുരാൻ റെഡിയാക്കി വെച്ചിരിക്കുക. അത് റെഡിയായിട്ടേ ഈ സാഹചര്യം നമുക്ക് അനുവദിക്കൂ. അവിടാണ് ദൈവമക്കൾ ഉറക്കേണ്ടത്. സ്തോത്രം. പിന്നെ ഇത്ര നല്ലൊരു കർത്താവിനെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം കരുതും. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ചോദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 22-ാം അധ്യായത്തിലെ 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനുള്ളത് ദൈവം ചോദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവം നമ്മെ ഒരു സാഹചര്യത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ നാളുകൾക്ക് മുന്നമേ അതിന്റെ പരിഹാരവും ദൈവം ഒരുക്കി വെച്ചിരിക്കും. ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ മട്ടിലും അയഞ്ഞ രീതിയിലും ആകരുത്. അബ്രഹാം അനുസരിച്ചവർ അനുസരിക്കണം. അതാ ഞാൻ പറഞ്ഞു, ഡിലേഡ് ഒബീഡിയൻസ് ഇസ് ഡിസൊബീഡിയൻസ്. വൈകിയുള്ള അനുസരണം ഡിസൊബീഡിയൻസ് ആണ്, ഒബീഡിയൻസ് അല്ല. ദൈവത്തെ അനുസരിക്കാൻ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അബ്രഹാമിനെ പോലെ ചാടി ഇറങ്ങണം. സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം തന്റെ പദ്ധതിക്കായി അബ്രഹാമിനെ ഉപയോഗിച്ചതുപോലെ നമ്മെ ഉപയോഗിക്കാൻ കാരണമായി തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.